അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലത്തെ സുന്ദരകാലം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും കേൾക്കുന്നത് എന്താണ്, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളാണ് ഏറ്റവും സുന്ദരം, ഈ കാലമൊക്കെ ഒരു കാലമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ഇപ്പോഴത്തെ ഈ കാലത്തെ പറ്റിയിട്ടും ഇപ്പോഴത്തെ ഈ കാലത്തെ കുട്ടികളെ പറ്റിയിട്ടും നമ്മൾ കേൾക്കുന്നത് മുഴുവനും എന്താണ്, ഭയങ്കര ടെൻഷനുകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ആദ്യം നിറഞ്ഞ സംസാരങ്ങളും കൂടെയാണ്. എനിക്ക് തോന്നുന്നു പുതിയ കാലത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ പുതിയ തലമുറയെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം എന്ന് തോന്നുന്നു അല്ല. ഇപ്പോൾ ഉള്ളത് ആൽഫ തലമുറയാണ്. അപ്പം ഈ കുട്ടികളെ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തെ, ഇവരെ പറ്റിയിട്ട് തന്നെ നമുക്ക് എന്താണ് ഇവരെന്ന് പല അവസരങ്ങളിലും അധ്യാപകർക്കാണെങ്കിലും അല്ലെങ്കിൽ പേരൻസിനാണെങ്കിലും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ. ഈ ആൽഫ ജനറേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇപ്പോൾ നമ്മുടെ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 2010 മുതൽ 2024 വരെ ഇതിൻ്റെ ഇടയിൽ ജനിച്ചൊരു ജനറേഷൻ നമ്മൾ ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത്. ഈ ജനറേഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാലത്താണ് ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രചാരം കിട്ടിയിട്ടുള്ളത്. പണ്ടൊന്നും ഇങ്ങനെ ജനറേഷനെ കുറിച്ച് പഠിക്കണം എന്നൊന്നും ആർക്കും അങ്ങനെ തോന്നലൊന്നുമില്ല. എന്തിനാണ് നമ്മളൊരു ജനറേഷനെ കുറിച്ച് പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു ജനറേഷൻ്റെ എന്താണ് സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ 1901 മുതൽ 1924 വരെയുള്ള ഒരു ജനറേഷൻ, നമ്മൾ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു ജനറേഷൻ. ഈ ജനറേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അന്നാണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. ഇവരുടെ കാലത്താണ് ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത്. ഇവരുടെ യൗവന കാലത്താണ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്നത്തെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കലുഷമായ അന്തരീക്ഷങ്ങൾ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആ ജനറേഷനെ ബാധിക്കും. അപ്പോൾ അത് അവരുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതിൽ എന്ത് ചെയ്യും, ഉറപ്പായിട്ടുണ്ടല്ലോ അത് അവരെ അത് സ്വാധീനിക്കുന്നുള്ളത്. അതിനുശേഷമാണ് സൈലന്റ് ജനറേഷൻ ഉണ്ടാകുന്നത്. ഈ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കാൻ കാര്യം ആ ഒരു ജനറേഷനിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. പിന്നീട് ബൂമേഴ്സ് വരുന്നു, ജനറേഷൻ എക്സ്, ജനറേഷൻ സി, എക്സ് വൈ സി, പിന്നെ അതിനുശേഷം ആൽഫ, പിന്നെ ഇനി 2025 മുതൽ 2039 വരെയുള്ള ഒരു ജനറേഷനാണ് നമ്മൾ ജനറേഷൻ ബീറ്റ എന്നൊക്കെ വിളിക്കുന്നത്.